നമുക്ക് ഈ അലൈൻമെൻറ്റ്സിലെ ലേബൽസ് ഒക്കെ എങ്ങനെ മോഡിഫൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ നോർമലായിട്ട് നമ്മൾ അലൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു ലേബലായിരിക്കും ഇവിടുന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ എങ്ങനെ മോഡിഫൈ ചെയ്യാൻ നോക്കാം. ഈ ലേബൽ സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം ഇവിടെ എഡിറ്റ് ലേബൽ ഗ്രൂപ്പിലേക്ക് വരിക, അല്ലെങ്കിൽ നമ്മുടെ ഈ അലൈൻമെൻറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് അലൈൻമെൻറ്റ് ലേബൽസിലേക്ക് പോകുക. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഡിഫോൾട്ട് ആയിട്ടുള്ള ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, അതായത് ജോമെട്രി പോയിന്റ്സ്, സ്റ്റേഷൻ ഇക്വേഷൻസ്, അതൊക്കെയാണ് ഇവിടെ ഈ ക്രിയേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എല്ലാം ഇതിനകത്ത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇവിടെ ആഡ് ചെയ്താൽ മതി. നമുക്കിത് ഇവിടുന്ന് എല്ലാം ഡിലീറ്റ് ചെയ്യാം. ഇവിടെ അപ്ലൈ കൊടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അലൈൻമെൻറ്റ് മാത്രമായിട്ടുണ്ട്. വീണ്ടും അലൈൻമെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ എഡിറ്റ് അലൈൻമെൻറ്റ് ലേബൽസിലേക്ക് വന്നതിന് ശേഷം നമുക്കിവിടെ ആദ്യം മേജർ സ്റ്റേഷൻസ് ആഡ് ചെയ്യാം. മേജർ സ്റ്റേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ 20 മീറ്റർ ഇൻ്റർവെൽസിലുള്ള സ്റ്റേഷൻസ് മാത്രം. അപ്പോൾ ഇവിടെ ആഡ് കൊടുത്തു, ഇവിടെ അപ്ലൈ കൊടുക്കാം. അപ്പോൾ നോക്കിയാൽ അറിയാം ഇവിടെ നമ്മുടെ ആ സ്റ്റേഷൻസ് ഒക്കെ ഇവിടെ ആഡായി. ഇനി നമുക്കിത് നമുക്ക് വേണ്ട രീതിയിൽ ഇതിൻ്റെ ലേബൽസൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് ന്യൂ ഉണ്ട്, കോപ്പി കറണ്ട് സെലക്ഷൻ ഉണ്ട്, ക്രിയേറ്റ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റേഷനും പ്ലസ് ടിക്ക്, അതായത് ഇതാണ് നമ്മുടെ സ്റ്റേഷൻ, ഇതാണ് ടിക്ക്. ഓക്കെ, നമുക്ക് ഇതൊക്കെ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് ഉണ്ട്, ലൈൻ ഉണ്ട്, ബ്ലോക്ക് ഉണ്ട്, ടിക്ക് ഉണ്ട്, റെഫറൻസ് ടെക്സ്റ്റ് ഉണ്ട്. അത് നമുക്ക് ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ടെക്സ്റ്റ് എടുക്കാനായിട്ട് അതായത് നമുക്ക് ഈ ജസ്റ്റ് പ്ലസ് ബട്ടൺ മാത്രം ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത്, ഇപ്പോൾ ഇവിടെ ലേഔട്ടിലാണ് വരേണ്ടുള്ളത്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇവിടുന്ന് ഇൻഫർമേഷൻ ജനറൽ, ഇവിടുന്ന് ലേഔട്ട്. ഓക്കെ, അതിനുശേഷം നമുക്കത് ഇവിടെ നെയിം, ഇപ്പം ഞാനിവിടെ ഇവിടെ ഈ ലേബലായിട്ട് കൊടുക്കാൻ പോകുന്നത് സ്റ്റേഷനാണ്. അപ്പോൾ സ്റ്റേഷൻ എന്ന് കൊടുത്തു. അതിനുശേഷം ഈ ലേബൽ ടെക്സ്റ്റിലേക്ക് വരിക. ഞാനിവിടെ സ്റ്റേഷൻ എന്നുള്ളത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഈ കണ്ടൻസ് എന്നുള്ളത്, അപ്പം നമുക്ക് ഈ ടെക്സ്റ്റ് ലേബൽ എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ സ്റ്റേഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നുള്ളത്. അതിനായിട്ട് നമുക്ക് കണ്ടൻസിലേക്ക് ലേബൽ ടെക്സ്റ്റ് എന്നുള്ളത് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇത് സെലക്ട് ചെയ്തുകൊണ്ട് സ്റ്റേഷൻ വാല്യൂ ഇവിടുന്ന് ഈ ആരോ ക്ലിക്ക്, ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവും. ഇപ്പം റോ സ്റ്റേഷൻ ഉണ്ടാവും, ഈസ്റ്റിംഗ് ഉണ്ടാവും, നോർത്തിങ് ഉണ്ടാവും. നമുക്ക് എന്താണ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ സ്റ്റേഷൻ വാല്യൂ ആണ് ആഡ് ചെയ്യേണ്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ആരോ പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. കണ്ടില്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ ഫോർമാറ്റിൽ വന്നിട്ട് ഇതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാം. ഇവിടെ ഇതിന് ഒരു കളർ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ അതങ്ങനെ അവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ആ കൊടുത്ത ആ ഒരു ലേബൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ പേര് സ്റ്റേഷൻ. ഓക്കെ, നമുക്ക് അതിന് ഹൈറ്റ് ഒരു 0.5 കൊടുക്കാം. റൊട്ടേഷൻ ആംഗിൾ നമുക്കിതിന് പെർപെൻഡിക്കുലറായിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ അലൈൻമെൻറ്റിന് പെർപെൻഡിക്കുലറായിട്ടാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റൊട്ടേഷൻ ആംഗിൾ നമുക്ക് 90 കൊടുത്തു നോക്കാം. കണ്ടില്ലേ? അപ്പോൾ അത് ആ ഒരു ആംഗിളിലോട്ട് റൊട്ടേറ്റ്. അതിനടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു ലൈൻ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ കൊടുത്ത ആ ലൈന് ഇവിടെ 0 എന്ന് പറഞ്ഞ ആംഗിളിൽ വന്ന് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ലൈൻ ഇവിടെയാണ് വേണ്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഫിക്സഡ് ലെങ്ത് നമുക്കിപ്പോൾ എത്ര മീറ്ററിലൊക്കെ വേണം, അതായത് ഈ ലൈൻ്റെ ലെങ്ത്, ഇപ്പോൾ ഇങ്ങനെയുള്ള ലെങ്ത് എത്ര മീറ്ററിൽ വേണമെന്നാണ് ചോദിക്കുന്നത്. നമുക്കൊരു 10 മീറ്റർ കൊടുക്കാം. അതിനുശേഷം ആംഗിൾ നമുക്ക് 90 കൊടുക്കാം. കണ്ടില്ലേ? ഇപ്പോൾ അത് ഇതിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ആയി. അതിനുശേഷം നമുക്ക് ഈ ലൈൻ ഇതിൻ്റെ ഈ സെൻറ്ററിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ y ഓഫ്സെറ്റിൽ -5 കൊടുത്തു നോക്കാം. കണ്ടില്ലേ? ഇപ്പോൾ അത് ഇവിടെ സെൻറ്ററിലായിട്ട് ക്രിയേറ്റ് ആയി. ഈ ടെക്സ്റ്റ് ഇതിന് താഴെയായിട്ട് അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേഷനിലേക്ക് വരിക. ഇവിടെ x ഓഫ്സെറ്റിൽ
1 എന്ന് കൊടുത്ത് നോക്കാം. കണ്ടില്ലേ? അപ്പോൾ അത് ഈ ലൈനിന് താഴെയായിട്ട് ക്രിയേറ്റ് ആയി. നമുക്ക് ഇത്ര വേണ്ട കുറച്ച് ഒരു 0.7 കൊടുക്കാം. ഓക്കെ. ഇനി അടുത്തതായിട്ട് നമുക്കിത് ഇവിടെ ഈ ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ എലിവേഷൻ ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് നമുക്കിവിടെ റെഫറൻസ് ടെക്സ്റ്റിലേക്ക് വരിക. ഇവിടെ പ്രൊഫൈൽ എന്നുള്ളത് കൊടുക്കുക. ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുക. റെഫറൻസ് ടെക്സ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ പ്രൊഫൈൽ എന്നിവിടെ കൊടുക്കാം. ഓക്കെ. അതിനുശേഷം നമുക്ക് ഇവിടെ ഈ ടെക്സ്റ്റ് അതിനുശേഷം നമുക്ക് ഈ കണ്ടൻസിൽ ഈ കണ്ടൻറ്റ് എന്ത് കണ്ടൻ്റാണ് ഇവിടെ വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടുന്ന് നമുക്ക് പ്രൊഫൈൽ എലിവേഷൻ എന്നുള്ളത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഫോർമാറ്റിലേക്ക് വരുന്നു. ഇവിടെ നമുക്ക് ഫോണ്ട് ഇതിൻ്റെ ചേഞ്ച് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമുക്കൊരു ബ്ലൂ കളർ കൊടുക്കാം. കണ്ടില്ലേ? ഇവിടെ ഓക്കെ പ്രസ് ചെയ്യാം. ഇവിടെ അപ്ലൈ കൊടുക്കാം. നമുക്ക് ഈ പ്രൊഫൈൽ എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആംഗിൾ 90 ഡിഗ്രിയിലോട്ട് ചേഞ്ച് ചെയ്യാം. കണ്ടില്ലേ? ഇനി നമുക്ക് ഈ ഒരു നമുക്ക് ഇവിടെ ഈ സ്റ്റേഷൻ്റെ എത്രയാണ് നമ്മൾ ടെക്സ്റ്റ് ഹൈറ്റ് കൊടുത്തത് ആ ഹൈറ്റ് തന്നെ നമുക്ക് പ്രൊഫൈലിനും കൊടുക്കാം. അപ്പോൾ പ്രൊഫൈലിന് ഇവിടെ ഞാൻ 0.5 കൊടുക്കുന്നു. കണ്ടില്ലേ? ഇനി നമുക്ക് ഇത് കുറച്ച് മുകളിലായിട്ട് വേണം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്ത 0.7 ആണ് സ്റ്റേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് -7 കൊടുക്കാം. അപ്പോൾ മുകളിലേക്ക് ഇത് പോകും. -0.7 കണ്ടില്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്ക് വന്നത് നമുക്ക് പിന്നീട് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഇവിടെ ആഡായി. ഇനി അപ്ലൈ കൊടുക്കുക. ഓക്കെ ഓക്കെ. കണ്ടില്ലേ? നമ്മൾ കൊടുത്ത ആ സ്റ്റേഷൻ ആ ലൈൻ എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ മാർക്ക് മാത്രമാണ് നമ്മുടെ ഈ പ്രൊഫൈലിൻ്റെ എലിവേഷൻ്റെ ഭാഗത്ത് കാണിക്കുന്നത്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ ഹോം ബട്ടണിൽ വരിക. ഇവിടെ പ്രോപ്പർട്ടീസ് എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മൾക്ക് പ്രൊഫൈൽ 1 എന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഈ പ്രൊഫൈൽ 1ൻ്റെ എലിവേഷനും പ്ലസ് സ്റ്റേഷനും ഒക്കെ ഇവിടെ ഇങ്ങനെ ആഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്കിത് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ വേറൊരു ജോമെട്രി ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഈ ജോമെട്രി പോയിന്റ്സ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ വേണമെങ്കിൽ സ്റ്റേഷൻ പ്ലസ് എലിവേഷൻ കൊടുക്കാം, ഇവിടെ കൊടുക്കാം. അതെങ്ങനെ നോക്കാം. അതിനായിട്ട് വീണ്ടും ഇത് സെലക്ട് ചെയ്യുന്നു. എഡിറ്റ് ലേബൽ ഗ്രൂപ്പിലേക്ക് വന്നതിന് ശേഷം ഇവിടുന്ന് നമുക്ക് ജോമെട്രി പോയിന്റ്സ് സെലക്ട് ചെയ്യാം. ഇവിടെ ആഡ് കൊടുക്കുന്നു. ഡീസെലക്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്താണ് ടാൻജൻറ്റ് ഇൻ്റർസെക്റ്റ് എന്നുള്ളതാണ് കൊടുക്കേണ്ടുള്ളത്. അത് കൊടുത്തു. ബ്ലോക്ക് കൊടുത്തു. അപ്ലൈ. ഓക്കെ. കണ്ടില്ലേ? പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്നുള്ളത് ആ ഭാഗത്തുള്ള സ്റ്റേഷൻ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഈ നമ്മുടെ പ്രൊഫൈലിൻ്റെ എലിവേഷനും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് വീണ്ടും എഡിറ്റ് ലേബൽ ഗ്രൂപ്പിൽ വന്നു ഇവിടുന്ന് ഇത് എഡിറ്റ് ചെയ്യാം. ഇവിടെ റെഫറൻസ് ടെക്സ്റ്റ് നമുക്ക് പ്രൊഫൈൽ കൊടുക്കാം. ഇവിടെ ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം ഈ കണ്ടന്റ് എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ പ്രൊഫൈൽ എലിവേഷൻ എന്നുള്ള കൊടുക്കാം. ഇത് ഏത് ഭാഗത്തായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഇതിന് സെൻട്രലായിട്ടാണ്. നമുക്കിത് റൊട്ടേറ്റ് ചെയ്തിട്ട് 90 കൊടുക്കാം. കണ്ടില്ലേ? ഇനി അതിനുശേഷം ഇതിന് കുറച്ച് മുകളിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ -5 കൊടുക്കാം. കണ്ടില്ലേ? ഇനി എക്സിലേക്ക് നമുക്ക് ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു
10 കൊടുത്തു നോക്കാം. 20 കൊടുക്കാം. അല്ല, ഈ ഒരു ഭാഗത്തായിട്ട് ഇത് ക്രിയേറ്റ് ആയി. ഇവിടെ നമുക്ക് ഒരു -1 കൊടുക്കാം, കുറച്ചുകൂടെ അടുത്ത് കിട്ടും. -2 കൊടുക്കാം. -2.5. ഓക്കെ, നമ്മൾ കൊടുത്ത ആ ഒരു പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിലുള്ള ആ ഒരു എലിവേഷൻ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. പ്രോപ്പർട്ടീസിലേക്ക് വരിക. ഇവിടെ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പ്രൊഫൈൽ 1 എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ ആ പ്രൊഫൈൽ 1ൻ്റെ എലിവേഷനും സ്റ്റേഷനും ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് വീണ്ടും ഇതിൻ്റെ ഫോർമാറ്റും ഇതൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ഇത് ചേഞ്ച് ചെയ്ത പോലെ തന്നെ ഇതും ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രൊഫൈലിലുള്ള ഈ വെർട്ടിക്കൽ ഇൻ്റർസെക്ഷനൊക്കെ നമുക്ക് ഇതിലേക്ക് ഇതുപോലെ സെയിം പോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചില സർവേ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ലേബിൾസൊക്കെ നമുക്ക് വളരെ ഹെൽപ്പായിരിക്കും.